ക്രിക്കറ്റിൻ്റെ ആദ്യകാലത്ത് ടെസ്റ്റ് മത്സരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് 60 ഓവറുകൾ വീതമുള്ള ഏകദിന മത്സരങ്ങൾ വന്നു. അത് പിന്നീട് 50 ഓവറായി ചുരുക്കി. അതിനും ഏറെക്കാലം കഴിഞ്ഞ് 20 ഓവറുകൾ വീതമുള്ള ഇൻസ്റ്റൻറ്റ് രൂപത്തിലുള്ള T20 വന്നു. അതോടെ കാണികൾ കൂടുതലും T20ക്ക് വേണ്ടി കാത്തിരുന്നു. ആ ഫോർമാറ്റ് വിജയിച്ചതിൻ്റെ ബാക്കി പത്രമാണ് ഇന്ത്യയിലെ IPLും നമ്മുടെ ക്രിക്കറ്റ് ബോർഡിൻ്റെ പണക്കൊഴുപ്പും. ടെസ്റ്റ് മത്സരങ്ങൾ കാണാൻ ആളില്ലാതെ വരുമോ എന്നൊരു കാലവും ഉണ്ടായിരുന്നു. തീർത്തും വിരസമായ ഫ്ലാറ്റ് പിച്ചുകളിൽ ഓരോ ടീമും 500-ഉം 400-ഉം റൺസൊക്കെ നേടി ബാറ്റിംഗ് പ്രാക്ടീസ് നടത്തുന്നത് പോലെയായിരുന്നു കുറച്ചുകാലം ടെസ്റ്റ് മത്സരങ്ങൾ നടന്നിരുന്നത്. വിജയിക്കാൻ വേണ്ടി ടെസ്റ്റ് കളിക്കുക എന്നൊരു ചിന്തയിലേക്ക് ആദ്യം എത്തിയത് ഓസ്ട്രേലിയ തന്നെയായിരുന്നു. അവരുടെ ക്യാപ്റ്റനായിരുന്ന അലൻ ബോർഡർ പലപ്പോഴും ഞെട്ടിപ്പിക്കുന്ന ഡിക്ലറേഷനായിരുന്നു നടത്തിയത്. പൊരുതി ജയിക്കുക അല്ലെങ്കിൽ തോൽക്കുക എന്നൊരു സമീപനം ഉണ്ടായതും അക്കാലത്താണ്. 1986-ലെ ആദ്യ ടെസ്റ്റിൽ 7 വിക്കറ്റിന് 574 എന്ന സ്കോറിൽ ഓസ്ട്രേലിയ ഡിക്ലെയർ ചെയ്യുന്നു. ഇന്ത്യ 397 റൺസിന് പുറത്താകുന്നു. രണ്ടാം ഇന്നിംഗ്സിൽ 170 റൺസ് നേടി നിൽക്കുമ്പോൾ അലൻ ബോർഡർ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്യുന്നു. ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടത് 348 റൺസ്. ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ കപിൽ ദേവും 50കൾ നേടിയ അസറുദ്ദീനും ശ്രീകാന്തും രവിശാസ്ത്രിയും ഉള്ളപ്പോൾ ഈ സ്കോർ ഇന്ത്യ മറികടക്കുമെന്ന് ഓസ്ട്രേലിയൻ ടീമിലെ തന്നെ പലർക്കും തോന്നിക്കാണും. എന്നാൽ ചേസിങ്ങിന് ഇറങ്ങിയ ഇന്ത്യ ലക്ഷ്യം നേടുമെന്ന് തോന്നിയെങ്കിലും അവസാനം മനീന്ദർ സിംഗിനെ ഗ്രെഗ് മാത്യൂസ് ഔട്ടാക്കുമ്പോൾ ഇന്ത്യൻ സ്കോർ 347 ആയിരുന്നു. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും നല്ലൊരു മത്സരത്തിനാണെന്ന് ചെന്നൈ സാക്ഷ്യം വഹിച്ചത്. മത്സരം ടൈ ആയി മാറി. അതിന് കാരണക്കാരൻ ഡിക്ലറേഷൻ നടത്തിയ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ അലൻ ബോർഡർ തന്നെയായിരുന്നു. ഇന്ത്യൻ ബാറ്റിംഗ് ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് താൻ ഏറ്റവും ആവേശത്തോടെ ഒരു മിനിറ്റ് പോലും മിസ് ചെയ്യാതെ കാണുന്നത് ആഷസ് സീരീസ് ആണെന്നാണ്. ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ആഷസ് പരമ്പരയ്ക്ക് ലോകത്തിൽ ആരാധകർ ഏറെയാണ്. അത്തരത്തിൽ ആവേശകരമായ ഒരു ടെസ്റ്റ് പരമ്പരയാണ് ഇന്നലെ അവസാനിച്ചത്. പരാജയം ഉറപ്പിച്ച ഇടത്തു നിന്നും പൊരുതി കയറിയ ഇംഗ്ലണ്ടിനെ എറിഞ്ഞു വീഴ്ത്തിയ ഇന്ത്യൻ ജയം ടെസ്റ്റ് ക്രിക്കറ്റിന് പകരുന്ന ഊർജ്ജം ചെറുതാകില്ല. മുഹമ്മദ് സിറാജ് ഹാരി ബ്രൂക്കിൻ്റെ ക്യാച്ച് നഷ്ടപ്പെടുത്തിയ സങ്കടത്തിൽ നിൽക്കുന്ന ഒരു സീനുണ്ടായിരുന്നു. പിന്നീട് അതേ സിറാജ് തന്നെ ആറ്റ്കിൻസിൻ്റെ വിക്കറ്റ് എടുത്ത് വിജയം പൂർത്തിയാക്കി ആഘോഷിക്കുന്ന ചിത്രവും നമ്മൾ കണ്ടതാണ്. ബുംറ ഇല്ലാത്തതിൻ്റെ കുറവ് നികത്തുമെന്ന് ഇന്ത്യ പ്രതീക്ഷിച്ച ആൾ തന്നെ രക്ഷകനായി എത്തി. ഈ പരമ്പരയിലെ ലീഡിംഗ് വിക്കറ്റ് ടേക്കർ കൂടിയായി മാറി സിറാജ്. 9 വിക്കറ്റ് എടുത്താൽ മത്സരം ജയിക്കാമെന്നാണ് ഇന്ത്യ കരുതിയത്. എന്നാൽ പരിക്കേറ്റ വോക്സ് ബാറ്റ് ചെയ്യാനെത്തി. ഗ്രൗണ്ടിലേക്ക് ബാറ്റുമായി വോക്സ് ഇറങ്ങിയതോടെ ഇന്ത്യൻ ആരാധകർ വരെ കൈയടിച്ച് സ്വീകരിച്ചിരുന്നു. ഈ മത്സരത്തിലെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അതും. ഇന്നലെ രാവിലെ ആദ്യ ഓവറിൽ 8 റൺസ് വഴങ്ങി എതിർ ടീമിന് ജയിക്കാൻ 27 റൺസ് മതി എന്ന നിലയിൽ പോയിരുന്ന മത്സരത്തിൽ ഇന്ത്യ വിജയം നേടി പരമ്പര ഒപ്പത്തിനൊപ്പം ആക്കുമ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ വന്യമായ സൗന്ദര്യം കൂടിയാണ് വെളിപ്പെടുന്നത്. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന ഒരു വിജയത്തിലേക്കാണ് ഇന്നലെ ശുഭ്മാൻ ഗില്ലും സംഘവും നടന്നു കയറിയത്.